എഴുത്തുകാരൻ അയാൾ എഴുതിയത് അച്ചടിയിലേക്ക് വരുമ്പോൾ അത് അയാളുടേതല്ലാതെ ആവുകയാണ്. അതൊരു പൊതുസ്വത്തായിട്ട് മാറും. ഞാൻ ഈ പുസ്തകം എഴുതാൻ ഒരുപാട് കാരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊരു പ്രധാന കാരണം മാത്രം ഞാൻ ആദ്യം സൂചിപ്പിക്കാം. എനിക്ക് പൊറ്റക്കാടിനോട് വലിയ ആരാധന പണ്ട് മുതൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിലിരുന്നാണ് പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണം ഞാൻ വായിച്ചിരുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. അന്ന് തൊട്ട് ഇങ്ങനെ പൊറ്റക്കാടിനെ നിരന്തരം വായിച്ചതാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര വർഷം, ഒരു 10, 50, 55, 60 വർഷം പൊറ്റക്കാടിനെ വായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ആദ്യത്തെ ആരാധന പതുക്കെ പതുക്കെ ഇല്ലാതായി എന്ന് പറയുന്നതാണ് ശരി. അതെന്തുകൊണ്ട് എന്നുള്ള കാര്യം മാത്രം ഞാൻ വളരെ ലഘുവായി സൂചിപ്പിക്കാം. മലയാളികൾ ജീവിക്കാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കാറുണ്ട്. സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഈ ആളുകളും കേരളത്തിൽ പൊതുവെ കുറവായിരുന്നു. ഈ ശങ്കരാചാര്യർ വലിയ സഞ്ചാരിയായിരുന്നു. അപ്പോൾ സന്യാസിമാരങ്ങനെയാണ്, ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കില്ല, അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള സ്വഭാവം പൊതുവെ മലയാളികളിൽ കാണപ്പെട്ടിരുന്നില്ല. അങ്ങനെയാണ് ഈ സഞ്ചാരത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഒരാൾ, അതിനെ ഒരു സാഹിത്യ വിഷയമാക്കി മാറ്റിയ ആൾ പൊറ്റക്കാടാണ്. അതിലൊരു സംശയവുമില്ല. അതിനർത്ഥം നമ്മൾ പൊറ്റക്കാടിനെ എന്ത് ചെയ്യുന്നു, 100% പിന്തുണയ്ക്കുന്നു എന്നല്ല. പൊറ്റക്കാടിൻ്റെ പുസ്തകത്തിൽ അതിന് തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ബാലിദ്വീപ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ബാലിയിലെ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന ചില വാക്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ബാലിയിൽ നിന്ന് അടിമകളായിട്ടുള്ള സ്ത്രീകളെ കയറ്റുമതി ചെയ്തിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എന്താണെന്ന് അറിയാമോ നമുക്ക്? ബാലി സ്ത്രീ എന്നല്ല, ബാലിച്ചരക്ക് എന്നാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ ഈ ബാലിയുടെ മണ്ണിൽ പൂജയും ആരാധനയും ഒക്കെ ആയിട്ടങ്ങനെ കഴിച്ചു കൂട്ടുന്ന സ്ത്രീകളാണ് അവർ, ബാലിയിലെ സ്ത്രീകൾ. ആ വാക്കിന് വന്ന ഒരു മാറ്റം ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മൾ ഈ ചരക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കാർഗോ, നമ്മൾ കാർഗോ എന്ന് പറയുന്നതാണ്. വേറെ അർത്ഥമുണ്ട് കേട്ടോ മലയാളത്തിൽ അതിന്. ഏതാണ്ട് ഇതേ പദമാണ് ഈ സ്മാർത്ഥ വിചാരത്തിൽ ഉപയോഗിക്കുന്നത്. സ്മാർത്ഥ വിചാരത്തിൽ ഒരു അന്തർജനം ഒരു സാധനമാവുകയാണ് എന്ന് പറഞ്ഞാൽ അതിലെ മാനുഷികത ഇല്ലാതാവുന്നു. അതിന് ചോർത്തിക്കളഞ്ഞിട്ട് ഒരു സാധനം, ഒരു ചരക്ക്. ഒരു മലയാളി സ്ത്രീയെക്കുറിച്ച് പൊറ്റക്കാട് ഇങ്ങനെ പറയുമോ? നമ്മുടെ കേരളത്തിലെ സ്ത്രീയെക്കുറിച്ച് ഈ വാക്ക് ഉപയോഗിക്കുമോ? ഉപയോഗിക്കാൻ സാധ്യതയില്ല. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പദം ബാലിയിലെ സ്ത്രീയെക്കുറിച്ച് പൊറ്റക്കാട് പറഞ്ഞു? അതിനൊരു മറുപടി ആയിട്ട് ഞാനിതിൽ എൻ്റെ പുസ്തകത്തിൽ ചിലത് എഴുതി ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. ബാലിയിൽ നിന്ന് സ്ത്രീകളെ വിദേശങ്ങളിലേക്ക് കടത്തിയതിൻ്റെ ഒരു കഥ, ഒരു അറബി നേരിൽ കണ്ട കഥയാണ്. കഥയല്ല, സംഭവം. ആ സംഭവം, ഇദ്ദേഹത്തിൻ്റെ പേര്, അറബിയുടെ പേര് സയ്യദ് ഹസൻ അൽ അബ്ബാസി
എന്നാണ് ഈ അറബിയുടെ പേര്. ബുലേലങ് കടൽ തീരത്ത് ഒരമ്മയും 2 മക്കളും ഒരു ഫ്രഞ്ച് കപ്പലിനെ കാത്തിരിക്കുകയാണ്. രാജാവ് അടിമയാക്കി വിറ്റിട്ടുണ്ട്. അപ്പോൾ ആ കപ്പലും വരുന്ന് കാത്തിരിക്കുകയാണ് ഈ പറയുന്ന ബാലിയിലെ ഒരമ്മയും 2 കുട്ടികളും. ബാലിക്കാർക്ക് ഏറ്റവും ദുസ്സഹമായിട്ടുള്ളത് മരണമല്ല, അന്യദേശങ്ങളിലേക്ക് നാട് കടത്തുന്നതാണ്. കാരണം അവൻ്റെ പിതൃപരമ്പരകൾ മുഴുക്കെ ഉറങ്ങുന്ന മണ്ണിൽ നിന്നും അവനെ വേറൊരു ഭാഗത്തേക്ക് മാറ്റുമ്പോഴാണ് അവൻ ഏറ്റവും വയലൻ്റ് ആവുന്നത്. ഈ വയലൻസിന് സായിപ്പ് ഒരു പേരിട്ടിട്ടുണ്ട്, റൺ എമക് എന്നുള്ളതാണ്. അമക് എന്നുള്ളത് മലയ് ഭാഷാ പദമാണ്. അതിനെ ഇംഗ്ലീഷിൽ കുപ്പായം ഇടിച്ചതാണ് റൺ അമക്. ഇത് പറഞ്ഞാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അങ്ങേയറ്റം വയലൻ്റ് ആവും. ഈ വയലൻ്റ് ആവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവനെ അന്യനാടുകളിലേക്ക് നാട് കടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവൻ വയലൻ്റ് ആവുന്നത്. അതല്ലാതെ അവൻ വയലൻ്റ് ആവുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം ഞാൻ മാത്രം വായിക്കാം. എൻ്റെ പുസ്തകത്തിലൊരു ഭാഗം വായിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയും എനിക്കുണ്ടാവുമല്ലോ. 1824 ആഗസ്റ്റ് 17 ഉച്ചതിരിഞ്ഞ് 3 മണിക്കായിരുന്നു സംഭവം. ബുലേലങ് കടപ്പുറത്ത് നങ്കൂരമിട്ട അടിമക്കച്ചവടത്തിനെത്തിയ ഫ്രഞ്ച് കപ്പലായ വിക്ടോറിയ കമാൻഡറിൻ്റെ കപ്പിത്താൻ മോൾസി ജെയിംസ് ചെറിയ തോണിയിൽ ഏതാനും അനുചരന്മാരോടൊപ്പം കരയിലെത്തി. നങ്കൂരമിട്ട കപ്പലിൽ 15-ൽ താഴെ നാവികരും അടിമകളെ വിൽക്കുന്നവർക്ക് നൽകാനുള്ള സ്പാനിഷ് ഡോളറുമല്ലാതെ മറ്റ് വ്യാപാര വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബുലേലങ് നാടുവാഴി ഫ്രഞ്ചുകാർക്ക് വിറ്റ ഏകദേശം 40 വയസ്സ് വരുന്ന ഒരമ്മയും അവരുടെ 6 വയസ്സുള്ള മകനും 9 വയസ്സുള്ള മകളും കടപ്പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. പുറം നാടുകളിൽ ആവശ്യക്കാരില്ലാത്ത 40-കാരിയായ ബാലി സ്ത്രീ ബാധ്യതയാവുമെന്ന് കരുതി ഫ്രഞ്ച് കപ്പിത്താൻ അവളെ സ്വീകരിച്ചില്ല. കുട്ടികളെ മാത്രമേ അയാൾക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. മക്കളെ സാവകാശം അമ്മയുടെ പിടിയിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അവരുടെ മട്ടുമാറി. കുട്ടികൾ അമ്മയുടെ കഴുത്തിൽ കൈകൾ ചേർത്ത് വരിഞ്ഞു മുറുക്കി. ഉയിര് പിഴുതെടുക്കാൻ വന്നവരെ ചെറുക്കുന്ന മട്ടിൽ മക്കളെ മാറോട് ചേർത്ത് പിടിച്ച് അമ്മയും നിന്നു. പറഞ്ഞുറപ്പിച്ച കച്ചവടം അമ്മയും മക്കളും വഴങ്ങാത്തതുമൂലം മുടങ്ങുന്നത് കണ്ടപ്പോൾ കപ്പിത്താൻ ക്ഷുഭിതനായി. തൻ്റെ അനുചരന്മാരോട് കുട്ടികളെ ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കാൻ അയാൾ ആജ്ഞാപിച്ചു. അമ്മയുടെ മാറിലും കഴുത്തിലും ഒട്ടിപ്പിടിച്ച കുട്ടികളെ വാഴക്കന്ന് പിരിച്ചെടുക്കും പോലെ അവർ അടർത്തിയെടുത്തു. പിന്നെ കേട്ടത് ഇരമ്പി മറിയുന്ന അലമാലകളെ ഭേദിച്ചുകൊണ്ടുള്ള അമ്മയുടെയും മക്കളുടെയും അലമുറയായിരുന്നു. കുട്ടികളും അവരുടെ ആർത്തനാദവും ആഴക്കടലിൻ്റെ അകലങ്ങളിൽ അലിഞ്ഞ് ഇല്ലാതായതോടെ ആ സ്ത്രീ ബോധമറ്റ് നിലത്തു വീണു. കടൽക്കരയിൽ അന്തി ചാഞ്ഞപ്പോഴാണ് അവർക്ക് പരിസരബോധമുണ്ടായത്. വിദൂരമായ ഏതോ വൻകരയിലെ അടിമച്ചന്തയിലേക്ക് ആവിക്കപ്പലേറിപ്പോയ തൻ്റെ കുട്ടികളെ ഓർത്ത് അവരെ കൊണ്ടുപോയ ദിക്കിലേക്ക് കണ്ണും നട്ട് രാത്രി മുഴുവൻ ആ അമ്മ കരഞ്ഞുപോലും. ദിയോവിനെ വിറപ്പിക്കുന്ന ആ നിലവിളി ബാലിയിലെ മണിക്കോവിലിൽ മയങ്ങുന്ന ദേവന്മാർ കേട്ടുവോ? പിന്നെയും ഏതാനും നാൾ അതേ കടൽക്കരയിൽ ആ സ്ത്രീയെ കണ്ടതായി അറബി വെളിപ്പെടുത്തുന്നുണ്ട്. അവളുടെ ഊരും പേരും എന്താണെന്നോ ഭർത്താവിന് എന്തു പറ്റിയെന്നോ നമുക്കറിയില്ല. വിൽക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്തവൻ്റെ ഈ അർദ്ധഭാഗം ചിതയെത്തുവോളം ബാലിയുടെ മണ്ണിൽ അലഞ്ഞു നടന്നിട്ടുണ്ടാവണം. കണ്ണിൽ ചോരയില്ലാത്ത മാതൃത്വത്തെ തൂക്കിവിറ്റവർക്ക് മനസാക്ഷിയില്ലേ എന്ന് സയ്യദ് ഹസൻ ചോദിക്കുമ്പോൾ ഇല്ല എന്നു തന്നെയാണ് മറുപടി. അപ്പോഴും
വാങ്ങിയവർക്ക് അതുണ്ടായിരുന്നോ എന്ന മറുചോദ്യം ഉയരുന്നില്ല. ഈ വകുപ്പിൽപ്പെട്ടവരെയാണ് എസ് കെ പൊറ്റക്കാട് നേരത്തെ ഞാൻ പറഞ്ഞ പദം കൊണ്ട് വിശേഷിപ്പിച്ചത്. അത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഒരു മലയാളി എന്ന നിലയിൽ പെട്ടെന്ന് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതുമ്പോൾ ബാലിയിലെ സ്ത്രീ അവരാരാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമാക്കേണ്ടി വന്നു. അവർ നമ്മുടെ മലയാളികളെ പോലെ തന്നെ ഒരു പക്ഷേ മലയാളികളെക്കാളും മികച്ച രീതിയിൽ ജീവിക്കുന്നവരാണ്. എനിക്കിതിൻ്റെ ഇതിൽ നമ്മുടെ വളരെ പ്രശസ്തമായൊരു പുസ്തകം, ഇത് എ ഹൗസ് ഇൻ ബാലി എന്ന് പറഞ്ഞൊരു കോളിൻ മെക്ഫി എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മെക്ഫി പറയുകയാണ്, ഈ സായിപ്പിൻ്റെ അടുത്ത് നിന്ന് ചില ബാം, നമ്മൾ അമൃതാഞ്ചൻ പോലെയുള്ള ബാം, ബാറ്ററി, അങ്ങനത്തെ ചില വസ്തുക്കളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ബാലി സ്ത്രീകൾ വരും. ബാലി സ്ത്രീകൾ വന്നിട്ട് ഈ ബാമിന് എത്രയാണ് വില, ഈ ടോർച്ചിന് എത്രയാണ് വില, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും സാഹിബിനോട്. അപ്പോൾ എന്തിനാണിത് ചോദിക്കുന്നത് എന്ന് ആദ്യം ഈ സാഹിബിന് മെക്ഫിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ആ സംശയം പതുക്കെ മാറി. ഇവരുടെ വീട്ടിൽ നിന്നും ഈ വാങ്ങിയ വസ്തുവിനുള്ള വില എത്രയാണോ അതിൽ കൂടുതൽ ഈ വീടുകളിൽ കൊണ്ടുപോയിട്ട് കോഴിമുട്ട, കോഴി, താറാവ്, എന്തൊക്കെ വസ്തുക്കളാണോ അതൊക്കെ കൊണ്ടുപോയി കൊടുത്താലേ ഈ ബാലിയിലത്തെ ആൾക്കാർക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, തൃപ്തിയാവുകയുള്ളൂ എന്നുള്ളതാണ്. അവർ മറ്റുള്ളവരെ കയ്യിൽ നിന്നും എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് ഈ ആത്മാഭിമാനം വിറ്റ് ജീവിക്കുന്ന ഒരു കൂട്ടരല്ല. അങ്ങേയറ്റം ആത്മാഭിമാനികളായിട്ടുള്ളവരാണ് ഈ ബാലിയിലുള്ളത്. പക്ഷേ അവരെക്കുറിച്ച് ഈ പാശ്ചാത്യർ, പ്രത്യേകിച്ചും ഡച്ചുകാർ എഴുതി പിടിപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ടല്ലോ, ആ പുസ്തകങ്ങളെ പൊറ്റക്കാട് അന്ധമായിട്ട് അനുകരിച്ചു. ആ അനുകരണമാണ് പൊറ്റക്കാടിൻ്റെ പുസ്തകത്തെ ഈ രീതിയിൽ, അദ്ദേഹം ഒരു കടക്കാരനായി മാറുകയാണ്. അതാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പേരിട്ടത് സഞ്ചാരി പറഞ്ഞ കടംകഥ. ഒരു കടം വാങ്ങിയ കഥയാണ്. അതിലെത്രമാത്രം കടത്തിൻ്റെ അംശമുണ്ട് എന്നുള്ളത് ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാതെ പൊറ്റക്കാടിനെ ഒരു എഴുത്തുകാരെന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ കൊച്ചാക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും ഈ പുസ്തകത്തിലില്ല. അങ്ങനെയുള്ളൊരു വായന വളരെ സങ്കടകരമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആകെ അവകാശപ്പെടാനുള്ളത് ഈ പുസ്തകത്തിന് വേണ്ടി ഞാൻ കുറേ അധ്വാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ഇംഗ്ലീഷിൽ പറയാറില്ല, ഇത് പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ്. പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തെ വായനക്കാർ വിലയിരുത്തും. അത്ര മാത്രമേ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഈ ഒരുപാട് ആളുകൾ, അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ പുസ്തകത്തിന് വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരില്ലായിരുന്നുവെങ്കിൽ ഈ പുസ്തകം 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ഒന്നും തീരുമായിരുന്നില്ല. അപ്പോൾ അവരെ കൂടി ഓർത്ത് ഈ പുസ്തകത്തിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന അവരുടെ വളരെ ആളുകളുടെയൊക്കെ കഠിനമായിട്ടുള്ള അധ്വാനത്തെ കൂടി ഓർത്ത് നിങ്ങളുടെ മുമ്പിൽ ഈ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം വായിക്കാൻ എനിക്ക് അവസരം കിട്ടി. അതിന് ഇങ്ങനെയൊരു സന്ദർഭമുണ്ടാക്കി തന്ന ഈ പ്രകാശന കമ്മിറ്റിക്കാരോട് നന്ദി പറഞ്ഞ് എല്ലാവർക്കും നമസ്കാരം.